315 കുടുംബങ്ങൾക്ക് ഓണോപഹാരവുമായി റോട്ടറി ക്ലബ് കൊടുങ്ങല്ലൂർ. ക്ലബ്ബ് തെരഞ്ഞെടുത്ത 315 കുടുംബങ്ങൾക്ക് ഓണാഘോഷത്തിന്റെ സന്തോഷം പകരുക എന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂർ സംഘടിപ്പിച്ച ഓണോപഹാരം 2026 ശ്രദ്ധേയമായി. ശ്രീങ്ങപുരം റോട്ടറി സെന്ററിൽ നടന്ന ചടങ്ങിൽ 315 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ നിർവഹിച്ചു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഓണം എന്നത് കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. അതിനെ എത്ര അകലെയായാലും എവിടെയായാലും മലയാളി ആഘോഷിക്കുന്ന ഒരു ഓണം എല്ലാം സമർത്ഥമായിക്കൊണ്ട് തന്നെ ആ ഓണം ആഘോഷിക്കണം എന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും റോട്ടറി ക്ലബ്ബ് നമ്മളെ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് ഇന്ന് ഈ ഓണോപഹാരങ്ങൾ നൽകുന്നത്. നമുക്കറിയാം, സമൂഹത്തിൽ പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ക്ഷേമങ്ങളിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് റോട്ടറി ക്ലബ്ബ് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി കൊടുങ്ങല്ലൂരിൽ മുന്നോട്ട് പോകുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചികിത്സാ സഹായ മേഖലകളിലും അതുപോലെ തന്നെ കാരുണ്യ മേഖലയിലും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് പടന്നയിൽ കൊടുങ്ങല്ലൂർക്ക് ഒരു കുടിവെള്ള പദ്ധതി ആദ്യമായിട്ട് തന്നത്. അതിലും അന്ന് ആ പരിപാടിയിലും സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വന്തം വാർഡായ 10ാം വാർഡിൽ അന്ന് ഒരു പുല്ലൂറ്റിലേക്കും ഒരു അന്ന് മനോജ്, ഈ മനോജിലെ വേറൊരു മനോജായിരുന്നു അന്ന് പടന്നയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും നമുക്കറിയാം പുല്ലൂറ്റ് മേഖലയാണ് വെള്ളത്തിന് കൂടുതൽ പ്രശ്നമുള്ള ഒരു മേഖല. അപ്പം ഞാൻ 10ാം വാർഡിലെ കൗൺസിലറാണ്. മനോജിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഞങ്ങൾക്കും പുല്ലൂറ്റിലേക്ക് ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി തരണമെന്ന്. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഉത്സവവേളയിൽ ഒരു കൈത്താങ്ങായി മാറുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. സ്നേഹവും കരുതലും പങ്കുവെക്കുന്നതാണ് ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശമെന്നും അവർ കൂട്ടിച്ചേർത്തു. റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂർ ജൂലൈ മാസത്തിൽ സംഘടിപ്പിച്ച വർണ്ണോത്സവം 2026 ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. വിജയികൾക്കുള്ള അവാർഡുകൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് TS സജീവൻ വിതരണം ചെയ്തു. നമുക്കറിയാം, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് നിരന്തരമായി ഞങ്ങൾ സമീപിക്കുന്നത് ഏറ്റവും കൂടുതൽ അസുഖത്തിനോട് ബന്ധപ്പെട്ട്, രോഗത്തിനോട് ബന്ധപ്പെട്ട് നിവൃത്തിയില്ലാതെ ചികിത്സ സഹായങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ അധ്യക്ഷൻ കൃത്യമായി തന്നെ ഒരു മറുപടി അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഡയാലിസ് കിറ്റ് ഒരു മാസം 20 പേർക്ക് റോട്ടറി ക്ലബ്ബ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം വലിയ പങ്കാളിത്തത്തോടെയാണ് നടന്നത്. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് റോട്ടേറിയൻ മനോജ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഈ ഓണത്തിന്റെ സന്തോഷം സമൂഹത്തിലെ അർഹരായ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോട്ടറി ക്ലബ്ബ് ഈ വർഷം 305 കുടുംബങ്ങൾക്കാണ് ഓണോപഹാരം നൽകുന്നത്. ഓണോപഹാരത്തിന്റെ ഭാഗമായി മുണ്ട്, സാരി, സെറ്റ് മുണ്ട്, ചുരിദാർ എന്നിവ കൂടാതെ ആവശ്യമായ പല വ്യഞ്ജന കിറ്റും നൽകുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ഓണത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാനുള്ള ചെറിയൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളത്. എന്നാൽ ഈ ചെറിയ ശ്രമത്തിന്റെ പിന്നിലുള്ള സ്നേഹവും കരുതലും അതാണ് ഇതിന്റെ യഥാർത്ഥ വലിപ്പം. ഈ മഹത്തായ ഓണോപഹാരം 2026 പദ്ധതിയുടെ കൺവീനർ റോട്ടേറിയൻ TC ബോസ് സ്വാഗതം ആശംസിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൗൺസിലർമാരായ ഗീതാ റാണി, വിനയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി റോട്ടേറിയൻ സത്യകുമാർ മേനോൻ നന്ദി രേഖപ്പെടുത്തി. ഓണത്തിന്റെ സന്തോഷം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓണോപഹാരം 2026 സംഘടിപ്പിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കോടിയും ഭക്ഷ്യസാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ ലഭ്യമാക്കുന്നതിലൂടെ സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും സന്ദേശമാണ് ക്ലബ്ബ് മുന്നോട്ട് വെച്ചത്.
സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ച് സമൂഹത്തിൽ കരുതലിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും സന്ദേശം പകരുന്ന പരിപാടിയായി ഓണോപഹാരം 2026 മാറി.